അടിസ്ഥാനമാക്കിയുള്ള പൂർണ്ണമായും സ്വാഭാവികമായും സുരക്ഷിതമായ ചികിത്സാ രീതിയാണ് ഇന്ത്യൻ ക്ലാസിക്കൽ അക്യുപഞ്ചർ. ഈ ചികിത്സാ രീതിയിൽ സൂചികളോ മരുന്നുകളോ ഉപയോഗിക്കുന്നില്ല. ചികിത്സകൻ തന്റെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ശരീരത്തിലെ പ്രത്യേക എലമെന്റ് പോയിന്റുകളിൽ സിംഗിൾ ടച്ച് രീതിയിൽ സ്പർശിച്ചാണ് ചികിത്സ നൽകുന്നത്. ഇതുവഴി ശരീരത്തിലെ ഊർജ്ജപ്രവാഹം സ്വാഭാവികമായി സജീവമാവുകയും ശരീരത്തിന്റെ സ്വയം രോഗശമന ശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു. കാഫിന്റെ കീഴിലുള്ള ഇന്ത്യൻ ക്ലാസിക്കൽ അക്യുപഞ്ചർ ക്ലിനിക്കുകളിൽ ഇൻമെറിഡിയൻ മാത്രം ഉപയോഗിച്ചാണ് ചികിത്സ നൽകുന്നത്. ഇൻമെറിഡിയൻ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുമായി മാനസിക സമതുലിതാവസ്ഥയും ഹോർമോൺ പ്രവർത്തനങ്ങളുമായി അടുത്ത ബന്ധം ഉള്ളതിനാൽ ഈ ചികിത്സ ശരീരത്തോടൊപ്പം മനസ്സിനും ആഴത്തിലുള്ള ശാന്തിയും ആശ്വാസവും നൽകുന്നു. ക്ലാസിക്കൽ അക്യുപഞ്ചർ ഹീലേഴ്സ് ഫെഡറേഷന്റെ കാഫിന്റെ കീഴിലെ 70ാമത്തെ ക്ലിനിക്കാണ്. ഇന്ന് നാരായണയിൽ ഇവിടെ അക്യുഹീലർ രൂപകത അക്യുപഞ്ചർ സിസ്റ്റത്തെയും കാഫിനെയും ജീവന തുല്യം സ്നേഹിക്കുന്ന മേഡത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കിണവൂർ വാർഡിന്റെ കൗൺസിലർ ബഹുമാന്യനായ ശ്രീ സുഭാഷ് പി വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വളരെയധികം താല്പര്യം കാണിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മഹത് വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. വലിയ തിരക്കുകളിടയിലും ക്ഷണം സ്വീകരിച്ച് ഈ യോഗത്തെ അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട അച്ഛനെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടറായ പ്രിയ ബഹുമാനപ്പെട്ട ഫാദർ വർഗീസ് കെട്ടിയക്കര സാമൂഹ്യ രംഗത്ത് സുദീർഘമായ സേവനം അനുഷ്ഠിക്കുന്ന ആളാണ് പ്രിയപ്പെട്ട അച്ഛൻ. വളരെയധികം തിരക്കുകൾക്കിടയിലും ഞാൻ ഹീലേഴ്സ് ഫെഡറേഷന്റെ പ്രസിഡന്റും അജീത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാവും ഞങ്ങളുടെ പ്രിയ പിന്നാളുമായ ബഹുമാനപ്പെട്ട തോമസ് സാറിന്റെ ആത്മാവും ജീവനുമാണ് ഇന്ത്യൻ ക്ലാസിക്കൽ അക്യുപഞ്ചർ. ക്വാളിറ്റിയുള്ള ഹീലേഴ്സിന്റെ ഒരു സമൂഹവും അതുവഴി ക്വാളിറ്റിയുള്ള ഒരു പുതുതലമുറയും വാർത്തെടുക്കുകയാണ് സാറിന്റെ വലിയ സ്വപ്നം. നമ്മുടെ ഓരോ ക്ലിനിക്കുകളിലെയും പ്രവർത്തനങ്ങളിൽ കൂടിയും ആ ലക്ഷ്യം സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാറിന് ഈ വേദിയിലേക്ക് സന്ദർശനം സ്വാഗതം ചെയ്യുന്നു. കാബിന്റെ വൈസ് പ്രസിഡന്റായ അക്യുഹീലർ ചെയ്യുന്നു. ഈ യോഗത്തിന്റെ എല്ലാ കാര്യങ്ങളും ചിട്ടാൻ പിടിച്ച സൗത്ത് സോണിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അക്യുഹീലർ PJ ജോൺ സാർ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി കാഫ് ജനറൽ സെക്രട്ടറി അക്യുഹീലർ രൂപലത ജിയെ ക്ഷണിക്കുന്നു. ഇന്ന് ഇവിടെ ക്ലിനിക് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കിണവൂർ വാർഡ് കൗൺസിലർ ശ്രീ B. സുഭാഷ് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ആദരണീയനായ ഫാദർ ജോൺ വർഗീസ്, വിശിഷ്ടാതിഥിയായ ആദരണീയനായ ഫാദർ വർഗീസ് കെട്ടിയക്കര, ക്ലാസിക്കൽ അക്യുപഞ്ചർ ഹീലേഴ്സ് ഫെഡറേഷന്റെ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ബഹുമാനനായ കാഫിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ അക്യുഹീലർ സിന്ധു ജോൺ, സൗത്ത് സോൺ കാഫിന്റെ സൗത്ത് സോൺ സെക്രട്ടറി അക്യുഹീലർ കാർഷിക, എഡിസറിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏവർക്കും നമസ്കാരം. കാഫിന്റെ ജനറൽ സെക്രട്ടറിയായ എനിക്ക് ഇന്നിവിടെ ഏറ്റവും അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു ദിവസമാണ്.
കാഫിന്റെ കീഴിലുള്ള 70ാമത്തെ ക്ലിനിക്കാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. തലസ്ഥാന നഗരിയിലെ 4ാമത്തെ ക്ലിനിക്കാണ്. ഈ അക്യുപഞ്ചർ എന്ന ഈ ചികിത്സ ചൈനീസ് സംസ്കൃതിയിൽ നിന്ന് ഉടലെടുത്തതാണ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച ഈ ചികിത്സാ രീതി ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ 2003 ഇന്ത്യ ഗവൺമെന്റിനെ ഒരു മോഡ് ഓഫ് തെറാപ്പിയായി അംഗീകരിച്ചിരിക്കുന്നത്. 2024 അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻ ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസിക്കൽ അക്യുപഞ്ചർ യുഎസ് ഫെഡറേഷൻ എന്ന ഞങ്ങളുടെ ഈ സംഘടന 2019 രൂപീകരിക്കപ്പെട്ടതാണ്. ഈ സംഘടനയുടെ പ്രവർത്തന മേഖല തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയാണ് ഉള്ളത്. 70ഓളം ക്ലിനിക്കുകൾ ഇപ്പോൾ ഈ സംഘടനയുടെ കീഴിൽ ഉണ്ട്. ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം ഈ പാരമ്പര്യ ചികിത്സാ രീതി അതിൻ്റെ തനതായ ശുദ്ധിയോടെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഈ സംഘടനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് മാത്രമേ ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എലിസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എലിസർ അക്യുലം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അദ്ദേഹത്തെ അക്യുപഞ്ചർ സയൻസ് എന്ന കോഴ്സ് പൂർത്തിയാക്കിയത്. അക്യുലം ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലെ അക്യുപഞ്ചർ സയൻസിൻ്റെ വിവിധ ഡിപ്ലോമ, അഡ്വാൻസ് ഡിപ്ലോമ വിവിധ കോഴ്സുകൾ നടത്തുന്ന ഏക യൂണിവേഴ്സിറ്റി ബേസിലുള്ള കോഴ്സുകൾ നടത്തുന്ന ഏക ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അക്യുലം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ കോഴ്സ് പഠിക്കുന്നവർക്ക് അക്കാദമിക് സ്റ്റഡിയിലുപരി ഒരു ചികിത്സകനായി എങ്ങനെ ഒരു ചികിത്സകനായി ചികിത്സനാക്കാമെന്നുള്ളതാണ് അക്യുലം ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. അക്കാദമിക് സ്റ്റഡിയിലുപരിയായി ഒരാളിൽ എന്തൊക്കെ മാറ്റം വരണം, ഒരു ചികിത്സകനായി എങ്ങനെയൊക്കെ മാറ്റം വരണം എന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കോഴ്സ് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്, കുറേ അച്ചടക്കങ്ങൾ പാലിക്കേണ്ടതുണ്ട്, കുറേ മൂല്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് പഠിക്കാൻ കുറച്ച് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടി വരുന്നുണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ മിക്കവരും ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാറുണ്ട്. എന്നാൽ എലിസാർ ഈ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹിച്ച് സമർപ്പണ മനോഭാവത്തോടുകൂടി ഇന്ന് ഒരു ക്ലിനിക്ക് ഇവിടെ തലസ്ഥാന നഗരിയിൽ ഒരു ക്ലിനിക്ക് ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. അത് ഞങ്ങളുടെ സംഘടനയ്ക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തരുന്ന ഒരു ഉറപ്പാണ്, ഈ ക്ലിനിക്കിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ശുദ്ധതയും ഏറ്റവും പ്യൂരിറ്റിയും ക്വാളിറ്റിയും ഉള്ള ചികിത്സയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ തരുന്ന ഒരു ഉറപ്പാണ്. എലിസറിന് ഈ മേഖലയിൽ ഒരു ശോഭനമായ ഭാവി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാന്യനായ കിണവൂർ വാർഡിലെ കൗൺസിലർ ശ്രീ സുഭാഷ് ബി അവരെ ക്ഷണിക്കുന്നു. ഈ ഐശ്വര്യമുള്ള ഘടനകൾ പരിശോധിക്കുന്ന ബഹുമാന്യനായ ശ്രീമതി രൂപലത അവരുടെ
അനുഗ്രഹ പ്രഭാഷണം നടത്തി അല്പം തിരക്ക് കാരണം ഇവിടുന്ന് കടന്നുപോയ റവറൻ ഫാദർ ജോൺ വർഗീസ് പാരമത്തുകളിൽ അവരുടെ, അതോടൊപ്പം തന്നെ ബഹുമാന്യായ ശ്രീമതി സിന്ധു ജോയി അവരുടെ, ബഹുമാന്യായ വർഗീസ് കെർക്കേക്കർ അച്ചോ, ജെയിംസ് അച്ചോ, അതോടൊപ്പം തന്നെ ശ്രീ ടോമിച്ചൻ അവരുടെ, നന്ദി അർപ്പിക്കുന്ന ശ്രീമതി റാഷിദ അവരുടെ, അതോടൊപ്പം തന്നെ സ്വാഗതം ആശംസിച്ച ശ്രീ എബി മാത്യൂസ് അവരുടെ, ബഹുമാന്യ സന്യാസിനി സമൂഹാംഗങ്ങളെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ പ്രാർത്ഥന പാടിയ കൊച്ചുമകൾ എമ്മ, ഇവരെ ആദരിക്കുന്നു. വിദ്യാനികേതനങ്ങളുടെ കലവറയ 4ാം ശ്രീ ഇന്ത്യൻ ക്ലാസിക്കൽ അക്യൂപങ്ചറിന്റെ ഒരു സ്ഥാപനം കൂടി വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷപ്രദമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ചികിത്സാ രീതികൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വെള്ളം, വസ്ത്രം, അതോടൊപ്പം തന്നെ ആഹാരം, അതുപോലെ തന്നെ ഇപ്പൊ ചികിത്സയും ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. 10, 20, 30 അല്ലെങ്കിൽ അതിന് മുമ്പുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് മനുഷ്യൻ പുരോഗതിയിലേക്ക് കടന്നു പോകുമ്പോഴും കൂടുതൽ രോഗങ്ങളിലേക്ക് വന്നെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ചികിത്സയ്ക്കായി പോകുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് അലോപ്പതി ചികിത്സയാണ്. അലോപ്പതി ചികിത്സയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ദൂഷ്യഫലങ്ങൾ എന്തെന്ന് നാം ചിന്തിക്കുന്നില്ല. അതിന്റെ ചെലവ് സത്യം പറഞ്ഞാൽ ഭാരിച്ചതാണ്. നമ്മെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 104 തരം ചികിത്സ ഉണ്ടെന്നാണ് വയ്പ്. തീർച്ചയായിട്ടും ഇത്തരമൊരു ചികിത്സ ഞാനിത് മനസ്സിലാക്കിയിടത്തോളം 10,000-ഓളം അസുഖങ്ങൾ, ചെറുതും വലുതുമായ അസുഖങ്ങളെ ഭേദപ്പെടുത്താൻ ഈ അക്യൂപങ്ചർ ചികിത്സ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് വയ്പ്. ഇതിന്റെ ആവിർഭാവം ചൈനയിലാണ്. മാസ്റ്റർ ഉപയോഗിപ്പിക്കുകയാണ് അതിന്റെ ജനയിതാവ്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് വളർന്ന് പന്തലിച്ചു. ഈ സംരംഭം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയോജനപ്രദമാണ്. ഞാനിത് മനസ്സിലാക്കിയിടത്തോളം സൂചി കൊണ്ടും അതോടൊപ്പം തന്നെ കൈകൊണ്ടും സ്പർശിച്ച് രോഗം മനസ്സിലാക്കാനും അതിലൂടെ ചികിത്സ നടത്താനും സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സാധാരണ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഫലപ്രദമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സംരംഭം ശ്രീ എബി അവർ ഈ സംരംഭം ഇവിടെ തുടങ്ങാൻ മനസ്സ് വെച്ചതിന്, ഈ സംരംഭം ജഗദീശനാൽ നാൾ പുരോഗതിയിലേക്ക്, വളർച്ചയിലേക്ക് കടന്നു ചെല്ലട്ടെ എന്ന് ജഗദീശനോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിറകിനിടയിൽ ഇവിടെ എത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശ്രീ സുഭാഷ് സാറിന് അക്യൂട്ട് ഹീലർ എബി മാത്യൂസ് സ്നേഹോപഹാരം നൽകുന്നു. അടുത്തതായി ആശംസാ പ്രസംഗത്തിന് അലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ റവറൻ ഫാദർ വർഗീസ് കെർക്കേക്കർ അച്ഛനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ വേദിയുടെ ഉദ്ഘാടകൻ, ഈ നാടിന്റെ കൗൺസിലറുമായ ശ്രീ ബി സുഭാഷ് അവർ, അക്യൂപങ്ചർ സെൻട്രൽ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സിന്ധു ജോയ്, അധ്യക്ഷ പ്രസംഗം നടത്തിയ രൂപലത ജി അവറുകൾ, ജനറൽ സെക്രട്ടറി, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ജയിച്ച സിസ്റ്റേഴ്സ്, നമുക്ക് ഈ 4ാം ചിറയിൽ അനുഗ്രഹീതമായ ഒരു സ്ഥാപനം കൂടി, അത് മനുഷ്യൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങിയതിൻ്റെ സന്തോഷം അതിനെ തന്നെ അറിയിക്കട്ടെ. എനിക്ക് ഒത്തിരി പരിചയമുള്ള ഒരു കാര്യമല്ല ഇത്. അതുകൊണ്ട് തന്നെ ആധികാരികമായി ഇതിനെപ്പറ്റി പറയാൻ എനിക്കറിയില്ല. അത് സുഭാഷ് സാർ അവർ പറഞ്ഞതുപോലെ നാട്ടിൽ ഒരുപാട് ചികിത്സാ രീതികളുണ്ട്, ലക്ഷക്കണക്കിന് മനുഷ്യരുമുണ്ട്. അലോപ്പതി, ആയുർവേദവും ഹോമിയോയും ഒക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള
ചികിത്സാ രീതികളാണ്. ഇത് അതിനു മുൻപേയുള്ള ചികിത്സാ രീതിയാണ്. ഓരോരുത്തരുടെയും ശരീരത്തിന് അനുയോജ്യമായ ചികിത്സ ആ ആൾക്ക് അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ചികിത്സാ രീതികൾക്കും വ്യക്തിപരമായ സ്കോപ്പുകൾ ഒരുപാടുണ്ട്. ജനറലായിട്ട് നമുക്ക് ഇന്നത് കൊള്ളാമെന്നുള്ളതിലൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. എന്താണോ എൻ്റെ ശരീരത്തിന് ഉപകരിക്കുന്നത്, എന്താണോ എനിക്ക് സൗഖ്യം നൽകുന്നത്, അത് സ്വീകരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതിന് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ അലോപ്പതിയുടെ ആശുപത്രി, ആയുർവേദത്തിന്റെ ആശുപത്രി, ഹോമിയോയുടെ ആശുപത്രി, അക്യുപഞ്ചറിന്റെ ആശുപത്രി, എവിടെയാണോ എനിക്ക് കൂടുതൽ എല്ലാം ഒരേ സമയത്ത് ചെയ്യുന്നതേ ഉള്ളൂ. അത് ചെയ്യുന്നത് കൃത്യമായി നല്ല രീതിയിൽ അത് ചെയ്താൽ നമുക്ക് സൗഖ്യം ഉണ്ടാവും, ഹീലിംഗ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് ചൈനീസ് ആയതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ചിന്ത നമുക്ക് വരരുത്. കാരണം ഞാൻ പറയാൻ കാരണം ചൈന ഇല്ലാതെ ഇന്ന് ലോകത്തിലൊരു രാജ്യങ്ങൾക്കും ജീവിക്കാൻ പറ്റുമോ തോന്നുന്നില്ല. ചൈന എന്ന രാജ്യം ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാൻ പറ്റും. ചൈന പോലൊരു സുന്ദരമായ രാജ്യം വേറെ ചൈനയും ജപ്പാനോ പോലുള്ള രാജ്യങ്ങൾ അതുപോലെ സുന്ദരമായ മറ്റു രാജ്യങ്ങളുണ്ടോ എന്ന് സംശയം. എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും ഹാർഡ് വർക്കിംഗ് ആണ്. എല്ലാ മനുഷ്യരും അവരവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, ലോകത്തുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ വളരെ ലളിതമായ ചിലവിൽ നടക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ചൈനയിലുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ടിവിയും ഫ്രിഡ്ജും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ എത്താൻ കാരണം അവരാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതൊരു വിദൂര സ്വപ്നമായി മാത്രമേ ഉണ്ടാകുമായിരുന്നു. അപ്പൊ ചൈനയിൽ നിന്ന് ആരംഭിച്ച ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് കാണേണ്ടതായിട്ടില്ല. യൂറോപ്പിലൊരു സ്ഥലത്ത് ഞാനൊരു ക്യാമറ വാങ്ങിക്കാൻ 15 വർഷം മുമ്പ് പോയപ്പോൾ, അതിനുവേണ്ടി പോയതല്ല, പോയപ്പോൾ ക്യാമറ വാങ്ങിക്കണം തോന്നി. അങ്ങനെ വാങ്ങിക്കാൻ പോയപ്പോൾ മെയ്ഡ് ഇൻ ജപ്പാൻ ഉണ്ടോ എന്ന് ഞാനിങ്ങനെ അതിന്റെ പിന്നിലെ ലേബൽ നോക്കി പോയപ്പോൾ ഈ ആളെന്നോട് ചോദിച്ചു, ആ കടയിൽ നിന്ന് ആളെന്നോട് ചോദിച്ചു, എന്തുവാ നോക്കുന്നത്? ഞാൻ പറഞ്ഞു ഇതുപോലെ മെയ്ഡ് ഇൻ ആരുടെയാണ്. അപ്പോൾ എനിക്ക് ജപ്പാനാണ് താല്പര്യം എന്ന രീതി ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട, അവരുടെ ഭാഷയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നതാണ്. അവരുടെ ഭാഷയിൽ കുറച്ച് മെയ്ഡ് ഇൻ ചൈന ഫോർ അമേരിക്ക, മെയ്ഡ് ഇൻ ചൈന ഫോർ ജർമ്മനി, മെയ്ഡ് ഇൻ ചൈന ഫോർ ഇംഗ്ലണ്ട്. അത് വ്യത്യസ്തതയോടുകൂടിയാണ് അവർ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിലെ ആളുകൾക്ക് ആ പ്രൈസ് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് അത് ചീപ്പായിട്ട് ഉണ്ടാക്കുന്നു, നമ്മളത് വാങ്ങിക്കുന്നു. നമുക്ക് വില കുറഞ്ഞ സാധനമാണല്ലോ വേണ്ടത്, അതുകൊണ്ട് വില കുറഞ്ഞത് അവരുണ്ടാക്കുന്നു. അവർക്ക് ജീവിക്കണം, അവർക്ക് ഈ ലോകത്തിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഏത് രാജ്യത്താണോ വില കുറച്ച് കൊടുക്കേണ്ടത് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. നമ്മുടെ സ്പെക്ക് അനുസരിച്ചാണ് അവരുണ്ടാക്കുന്നത്. മെയ്ഡ് ഇൻ ചൈന ഫോർ ജർമ്മനി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ളതാണ്, നമ്പർ 1 ക്വാളിറ്റി ആണെന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും ചൈന അങ്ങനെ ഒരു രാജ്യമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും പൗരാണികമായ സംവിധാനമായിരുന്നു. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ശരീരത്തെ കീറി കുടിക്കുന്നില്ല, നമുക്ക് പാർശ്വഫലങ്ങൾ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സമാധാനം, പൈസ ചെലവില്ല. അതുകൊണ്ട് മനസ്സമാധാനത്തോട് നമുക്ക് ഇക്കാര്യത്തിൽ പങ്കുചേരാം. സൈഡ് എഫക്ട്സ് ഇല്ലാത്തത് പരീക്ഷിച്ച് നോക്കുന്നത് കുഴപ്പമൊന്നുമില്ല. തീർച്ചയായിട്ടും അത് നമുക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. രണ്ടാമതായി നടന്ന ആളെ പറ്റി കൂടെ ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അതൊരു കുറവായി പോകും. എബിയെ കൊച്ചു പ്രായം മുതലേ എനിക്കറിയാം. ഞാൻ ഈ ഫാമിലിയൊക്കെ ഞങ്ങളൊരു നാട്ടുകാരാണ്. ഞാൻ 10ാം ക്ലാസ്സിലും അതിനുശേഷവും ഒക്കെ നാട്ടിൽ സെമിനാരി പഠിക്കാനൊക്കെ പോയ സമയത്ത് ഈ കൊച്ചു പിള്ളേരായിട്ട് അന്ന് മുതലേ ഇവരെയൊക്കെ അറിയാം. ടീച്ചറിനെ ചോദിച്ചാൽ എല്ലാവരും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ കുറേ കാലം എബിയെ കാണാനില്ലായിരുന്നു പഠിക്കാനൊക്കെ പോയിട്ട്. ഞാൻ സന്ദർഭോചിതമായി മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ എബി അവിടുത്തെ ജോലിക്കാരൻ. അപ്പോൾ എനിക്ക് എബിയെ കുറച്ചുകൂടി ആഴമായി മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതിന് എനിക്ക് മനസ്സിലാക്കിയ കാര്യം വളരെ സിമ്പിളായി, വളരെ ട്രാൻസ്പെറൻസി ഉള്ള, വളരെ എളിമയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എബി. ഞാനത് തമാശയ്ക്ക് പറഞ്ഞു, ഈ ക്വാളിറ്റി ഒക്കെ എവിടുന്ന് കിട്ടിയാണെന്ന് ഞാൻ ചെറുപ്പം തമാശ ചോദിച്ചു. തീർച്ചയായിട്ടും മാതാപിതാക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ ലഭിച്ച നന്മയാണ്. പരിശീലിപ്പിക്കപ്പെട്ട സംവിധാനങ്ങളിൽ നിന്ന് രൂപീകരിക്കപ്പെടുന്നതാണല്ലോ വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് അടുത്ത് മനസ്സിലാക്കുന്നത് എനിക്ക് ഒരു വലിയ കമ്പ്യൂട്ടർ വിദഗ്ധനാണ്. എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് എൻ്റെ ടെക്നിക്കൽ സൈഡ് മുഴുവൻ ഞാൻ ഹാൻഡിൽ ചെയ്തിരുന്ന ഏരിയയാണ്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു വിജ്ഞാനമുണ്ട്, അതിന് ടെക്നിക്കലായിട്ട് ഒത്തിരി അറിവുകളുണ്ട്.
ഇതും കൂടെ സമ്മേളിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അഡീഷണൽ ആയിട്ട് ഈ ഒരു സംവിധാനത്തെ ഉയർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ രവി, ഞാൻ രവിയോട് ചോദിച്ചു, രവിയുടെ ഭാര്യ പുറത്തായിട്ട് വിദേശത്ത്, ഞാൻ പലപ്പോഴും വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഇതിന് ഈ നാട്ടിൽ നിൽക്കുന്നത് ചെറിയ ശമ്പളമൊക്കെ കിട്ടി ഈ നാട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ വലിയ പാടാണ്, നാട്ടിൽ നിന്ന് പോകാതെ എന്താണെന്ന് ചോദിക്കുമ്പോൾ രവിയോട് പറഞ്ഞൊരു കാര്യം, ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നു. അപ്പൊ അങ്ങനെ ചെറുപ്പക്കാർ നാട്ടിലുണ്ട് എന്നുള്ളത് ഒരു ഭാഗ്യം. നമുക്ക് എല്ലാവരും പുറത്തേക്ക് പോകാൻ വേണ്ടി ഓടുമ്പോൾ നാട്ടിൽ സംരംഭങ്ങൾ കണ്ടെത്തി അതിൽ വിജയിക്കാൻ ചിലർക്കെങ്കിലും സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ പ്ലസ് ആയിട്ടുള്ള കാര്യത്തിന് രവി അതിന് 100% നമ്മുടെ നാട്ടിൽ ഒരു നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും തീർച്ചയായിട്ടും അതുകൊണ്ട് ആ ആളിന്റെ ക്വാളിറ്റി തീർച്ചയായിട്ടും ഉള്ളപ്പോൾ പിന്നെ ആരെയും കളിപ്പിക്കത്തില്ല, ഇന്ന സാധനമാണ് ഇതെന്ന് പറഞ്ഞ് കളിപ്പിക്കത്തില്ലെന്ന് എനിക്ക് 100% അറിയാം. വളരെ നിഷ്കളങ്കതയോടെ, നൈർമല്യത്തോടെ, ധീരതയോടെ 3 കുഞ്ഞുങ്ങളെ വളർത്തുന്ന ചെറിയ പരിപാടിയല്ല. ഞാൻ ചിലപ്പോൾ അതിശയിക്കും, ഈ കൊച്ചു മനുഷ്യൻ ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഗ്യാപ്പ് എടുത്ത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഭാര്യയെ സഹായിക്കാൻ വീട്ടിൽ വരും. അത് തിരിച്ച് സമയം അവിടെ എത്തും. അപ്പൊ ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കുടുംബവും ജോലിയും പുതിയ സംവിധാനങ്ങളും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആളിന്റെ വലിപ്പത്തിലല്ല, മനുഷ്യന്റെ വിശാലമായ ഹൃദയത്തിന്റെ വലിപ്പത്തിലാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് എന്ന് തിരിച്ചറിയാനുള്ള അവസരം. തീർച്ചയായിട്ടും എബിക്ക് ഫാമിലിക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, എനിക്ക് പേരൊന്നും നോക്കാതെ പറയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു. നാലാഞ്ചിറയിൽ ഒത്തിരിയേറെ സംരംഭങ്ങളുടെ നടുവിൽ ഇതൊരു വ്യത്യസ്തമായ വിജയം കൈവരിക്കുന്ന സംവിധാനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനും അതിന്റെ ഒരു ചികിത്സ ഉടനെ തന്നെ എടുക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് അസുഖത്തെ ഉണ്ടായിട്ടല്ലെങ്കിലും നല്ലതാണെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ ഓഫീസിൽ ഒരാൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ, ആയുസ്സും ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ്റെ വിലയേറിയ വാക്കുകൾക്ക് നന്ദി. ആശംസ അർപ്പിക്കുന്നതിനായി അക്യൂട്ട് ഹീറർ സിന്ധു ജോയ് കാഫ് വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ കാഫിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനിയായ അക്യൂട്ട് ഹീറർ യോജിത മാഡം, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ റെവറൻഡ് ഫാദർ ജോൺ വർഗീസ്, ഉദ്ഘാടന പ്രസംഗം നടത്തിയ ശ്രീ വി സുഭാഷ് കൗൺസിലർ, ആശംസകൾ അർപ്പിച്ച റെവറൻഡ് ഫാദർ വർഗീസ് കേൾക്കേക്കല്ല, നന്ദി പ്രകാശിപ്പിക്കുന്ന അക്യൂട്ട് ഹീറർ വാർഷിക, റെവറൻഡ് ഫാദേഴ്സ്, ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, വേദികളും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. 70 ക്ലിനിക്കുകൾ, അക്യുപഞ്ചർ ക്ലിനിക്കുകൾ കേരളത്തിലുടനീളം അവിടെയും ഇവിടെയുമായി തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇത് 4ാമത്തെ ക്ലിനിക്കാണ്. ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്, അലോപ്പതി, ആയുർവേദം, അങ്ങനെ പല പല സിസ്റ്റങ്ങളുണ്ട്. അക്യുപഞ്ചറിലെ പ്രത്യേകത, ബാക്കിയുള്ള സിസ്റ്റവുമായിട്ട് നോക്കിയാൽ അക്യുപഞ്ചറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അക്യുപഞ്ചർ അതിന്റെ കോസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, സിംറ്റത്തെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്, കോസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് സിംറ്റം മാറുകയല്ല ചെയ്യുക, അതിന്റെ റൂട്ട് കോസ് മാറുകയാണ് ചെയ്യുക. അത് പിന്നീട് വരാത്ത രീതിയിൽ അതിന്റെ റൂട്ട് കോസ് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബാക്കിയുള്ള സിസ്റ്റവുമായിട്ട് അക്യുപഞ്ചറിന്റെ ഏറ്റവും പ്രാധാന്യമായ ഒരു വ്യത്യാസം. എല്ലാ സിസ്റ്റത്തിനും അതിൻ്റെതായ മഹത്വമുണ്ട്, അത് അതിൻ്റെതായ രീതിയിൽ മൂല്യമുള്ളത് തന്നെയാണ്. അക്യുപഞ്ചറും ബാക്കിയുള്ള സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്താൽ ആകെയുള്ള മെയിൻ ഡിഫറൻസിലൊന്ന് ഇതാണ്. ക്ലാരിറ്റി, ഇപ്പം ഡൗട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ക്ലാരിറ്റി കിട്ടുന്നവിടം വരെയും അത് ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഫാക്കൽറ്റിയാണ്. അപ്പൊ അത് സാറിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന്റെ ക്ലാരിറ്റി കിട്ടുന്നവിടം വരെ, സാറിന് നന്നായിട്ട് മനസ്സിലാവുന്നവിടം വരെ സാർ അത് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. 4ാമത്തെ ക്ലിനിക്കാണിത്.
ഇത് നല്ല രീതിയിൽ വിജയകരമാക്കാൻ ഇടയാകട്ടെ. ഡേവിഡ് സാറിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും, ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ക്ലിനിക്ക് നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ട ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി അക്യൂട്ട് ഹീലർ സിന്ധു മാഡം. നന്ദി പ്രകാശനത്തിനായി സൗത്ത് സോൺ സെക്രട്ടറി അക്യൂട്ട് ഹീലർ രാഷിദ ആർഎസിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, ഇവിടെ എത്തിച്ചേർന്ന മുഖ്യ അതിഥികളെ, സദസ്സിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. അക്യുപഞ്ചറിനെ കുറിച്ച് നേരത്തെ സംസാരിച്ചവരൊക്കെ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്ത്യൻ ക്ലാസിക്കൽ അക്യുപഞ്ചർ ക്ലിനിക്ക് കാഫ് എന്ന് പറയുന്ന സംഘടനയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഇത് 4ാമത്തെ ക്ലിനിക്കാണ്. ഈ സമൂഹത്തിന്റെ ആരോഗ്യത്തിനും ഓരോരുത്തരുടെ ജീവിതത്തിലും നന്മ, ആനന്ദം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ച ക്ലാസിക്കൽ അക്യുപഞ്ചർ ഹീലേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി അക്യു ഹീലർ രൂപലതാജി അവർക്ക് ക്ലാസിക്കൽ അക്യുപഞ്ചർ ഹീലേഴ്സ് ഫെഡറേഷൻ സൗത്ത് സോണിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്ലിനിക്കിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ കിണവൂർ വാർഡ് കൗൺസിലർ ശ്രീ ബി സുഭാഷ് അവർക്ക് ക്ലാസിക്കൽ അക്യുപഞ്ചർ ഹീലേഴ്സ് ഫെഡറേഷൻ സൗത്ത് സോണിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ആദരണീയനായ റവറൻഡ് ഫാദർ ജോൺ വർഗീസ് അവർ, ആശംസകൾ അർപ്പിച്ച ആദരണീയനായ റവറൻഡ് ഫാദർ വർഗീസ് കിഴക്കേക്കര അവർ, ക്ലാസിക്കൽ അക്യുപഞ്ചർ ഹീലേഴ്സ് ഫെഡറേഷൻ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അക്യു ഹീലർ വൈസ് പ്രസിഡന്റ് അക്യു ഹീലർ സിന്ധു ജോയ് അവർ, സ്വാഗതം പറഞ്ഞ ഈ ക്ലിനിക്കിന്റെ എല്ലാമായ അക്യു ഹീലർ എബി ഇ മാത്യൂസ്, എല്ലാവർക്കും ക്ലാസിക്കൽ അക്യുപഞ്ചർ ഹീലേഴ്സ് ഫെഡറേഷൻ സൗത്ത് സോണിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ പലരും പല ഭാഗങ്ങളിൽ നിന്നും പല ഓഫീസുകളിൽ നിന്നൊക്കെ വന്ന് വിലയേറിയ സമയം നമുക്ക് വേണ്ടി പങ്കുവെച്ചതിന് ഈ സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഇതൊരു വിജയമാക്കി തീർക്കാൻ, അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതും കൂടി ഉൾപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നന്ദി അക്യൂട്ട് ഹീലർ രാഷിദ മാഡം. ഈ യോഗം സാന്നിധ്യം കൊണ്ട് മനോഹരമാക്കുവാൻ സഹായിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. യോഗം ഇവിടെ അവസാനിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.